സ്കൂൾ പഠനം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോഴും മത്സരങ്ങളിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടുന്ന പതിവ് തുടരുക തന്നെ ചെയ്തു. കലാലയ ജീവിതം ഈ കലാകാരന് മറ്റൊരുപാട് ഭാഗ്യാനുഭവങ്ങളും സമ്മാനിച്ചു. ചില നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതും അക്കാലത്താണ്. തനിക്ക് ഏറെ പ്രിയപ്പെട്ട വരകളുടെയും വർണ്ണങ്ങളുടെയും ലോകത്ത് ജീവിക്കാൻ മോഹിച്ച കിത്തോ കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ നിൽക്കാതെ ആ വഴിയിലേക്ക് തിരിയുകയായിരുന്നു. പിന്നീട് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും എൻ്റെ സീനിയറായിരുന്നു JC കുറ്റിക്കാട്. പുള്ളിയും ഒരു ആർട്ടിസ്റ്റായിരുന്നു, നന്നായിട്ട് വരയ്ക്കും. JC കുറ്റിക്കാട്. പിന്നെ എൻ്റെ ജൂനിയറായിരുന്നു ഇയാൾ, കൊച്ചിൻ അനീഫ. അപ്പോൾ അങ്ങനെയുള്ള കലാകാരന്മാരായിട്ടുള്ള ഒരു സമ്പർക്കം അന്നേ ഉണ്ട്. അപ്പോൾ സ്കൂളിൽ പിന്നെ നാടകങ്ങൾ, അത് ചിത്രരചനാ മത്സരങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ഈ JCയും ഉണ്ടാവും. എൻ്റെ സീനിയറാണല്ലോ. പക്ഷേ JC സീനിയറായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പ്രൈസ് കിട്ടിയിട്ടുണ്ട്, ഫസ്റ്റ് പ്രൈസ്. അങ്ങനെയൊക്കെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കോളേജിലേക്ക് പോകുന്നപ്പോഴത്തേക്കും ഞാൻ മാർസ് കോളേജിൽ പ്രീ യൂണിവേഴ്സിറ്റിയാണ് പഠിച്ചത്. പ്രീ യൂണിവേഴ്സിറ്റി വരെ പഠിച്ചുള്ളൂ. അപ്പോൾ ആ പഠിച്ച കൊല്ലം അവിടെ നിന്ന് ഒരു ഗോൾഡ് മെഡലാണ് എനിക്ക് കിട്ടിയത്, ആർട്ടിസ്റ്റായിട്ട്. അതായത് കോന്നോത്ത് ഗോവിന്ദമേനോൻ അവാർഡ്. പഠിക്കാനായിട്ട് ഞാൻ മിടുക്കനായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ സ്വയം തീരുമാനമെടുത്ത് ഇതിനി മുമ്പോട്ട് പോകാൻ, നന്നായിട്ട് പഠിക്കുന്നില്ലെങ്കിൽ പഠിത്തം മുമ്പോട്ട് പോയിട്ട് കാര്യമില്ല, അതുകൊണ്ട് എനിക്കുള്ള കഴിവ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളൊരു ചിന്ത വന്നതോടുകൂടി സേവ്യർ അത്തിപ്പറമ്പൻ എന്ന് പറയും, അയാളൊരു നല്ല പോർട്രേറ്റ് ആർട്ടിസ്റ്റായിരുന്നു, നല്ല മിടുക്കനായിരുന്നു. അദ്ദേഹം എന്നെ കൊച്ചിൻ സ്കൂൾ ഓഫ് ആർട്സിൽ കൊണ്ട് ചേർത്ത്. അദ്ദേഹമാണ് എന്നെ കൊണ്ട് അവിടെ ചേർത്തത്. സ്കൂൾ ഓഫ് ആർട്സിൽ ഒരു 4 കൊല്ലക്കാലം അവിടെ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ്. കേരളം കിത്തോയെ ആദ്യം അറിഞ്ഞു തുടങ്ങുന്നത് ഒരു ചിത്രകാരൻ എന്ന നിലയിലാണ്. ഒരു കാലത്ത് മലയാളത്തിലെ ഒട്ടുമിക്ക ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലെയും ആർട്ടിസ്റ്റായിരുന്നു ഇദ്ദേഹം. സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥി ജീവിതം വിജയകരമായി പൂർത്തിയാക്കി ബ്രഷും പേനയുമായി ജീവിതമാർഗം അന്വേഷിച്ചിറങ്ങിയ കിത്തോയെ പ്രസിദ്ധിയിലേക്കും പ്രശസ്തിയിലേക്കും വളർന്ന ചിത്രകാരനാകാൻ വഴിയൊരുക്കുന്നത് പ്രമുഖ എഴുത്തുകാരനായ കലൂർ ഡെന്നീസുമായുള്ള സൗഹൃദമാണ്. എന്ത് ജോലി ചെയ്യണം എന്നുള്ള ഒരു ഭയങ്കര കൺഫ്യൂഷനിലായെന്ന് പറഞ്ഞാൽ ഈ ഇന്നുള്ള പോലെയുള്ള അവസരങ്ങളൊന്നും അന്നില്ല ഈ ആർട്ടിസ്റ്റുകൾക്ക്. വരയ്ക്കാനും ഒന്നും ചാൻസ് ഇല്ല. ആകെ എനിക്ക് പഴയ നേരത്തെ ഉണ്ടായിരുന്ന ആ ബ്ലോക്ക് സ്റ്റുഡിയോ, മെറ്റൽ ബ്ലോക്ക് സ്റ്റുഡിയോയിൽ മാത്രമേ ചെറിയ ജോലി കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. പിന്നെ എനിക്ക് തോന്നിയ ഒരു ഓഫീസ് തുടങ്ങാം. അങ്ങനെ MG റോഡിലുള്ള ഒരു ഓഫീസിൽ ഒരു റൂമെടുത്ത് ഞാൻ ഓഫീസ് തുടങ്ങി. കലൂർ ഡെന്നീസായിട്ട് എനിക്ക് ചെറുപ്പം മുതലേ നല്ല അടുപ്പമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിത്രകൗമുദി എന്ന ഒരു വീക്കിലി, ആ ചിത്രകൗമുദിയിൽ കലൂർ ഡെന്നീസ് നീണ്ട കഥയൊക്കെ എഴുതുമായിരുന്നു. ആ കഥയ്ക്ക് ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളൊരു പരിപാടി ഈ ഡെന്നീസ് മുഖേന ചിത്രകൗമുദിയിൽ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ അത് അച്ചടിച്ച് നല്ല പ്രചാരത്തിൽ വന്ന ഒരു മാസികയായിരുന്നു. അതിനകത്ത് ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കണ കണ്ടപ്പോഴത്തേക്കും ഒരുപാട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളെല്ലാം നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കതൊരു ചാൻസായി. എല്ലാ പത്രങ്ങളിലും ഞാൻ ചിത്രങ്ങൾ വരച്ചിരുന്നു.